പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാനൊരു പിതാവായത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും, ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ പറയുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. ഓരോ മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം ഒരുപാടാണ്. നിങ്ങൾക്കുണ്ടാവുന്ന അതേ മനോവിഷമം ഞങ്ങൾക്കുമുണ്ട്. മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മാത്രമാണ്. ഈ ഒരു മിനിറ്റ് വീഡിയോ കൊണ്ട് എനിക്ക് യൂട്യൂബിൽ കോടീശ്വരനാവാനല്ല. എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് മാത്രം. അവർക്ക് ദുആയിൽ ലഭിക്കട്ടെ. സ്വന്തം ഉമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു 10 വയസ്സുകാരൻ ജീവൻ ഒടുക്കിയത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു എനിക്ക്. സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ താമസിച്ചതിന് ഉമ്മ വഴക്ക് പറഞ്ഞു. അതിനെ ചൊല്ലി ഈ ഒരു 10 വയസ്സുകാരൻ്റെ മനം നൊന്തു സ്വയം ജീവൻ ഒടുക്കി. നല്ലൊരു സുന്ദരനായ മകനാണ്. പടച്ച റബ്ബേ, ഇങ്ങനെ ഒരു വിധി ഒരു മാതാപിതാക്കൾക്കും കൊടുക്കല്ലേ റബ്ബേ. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വെറും 5ാം ക്ലാസ് വിദ്യാർത്ഥി. ഉമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് സ്വയം ജീവൻ ഒടുക്കി. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ മക്കളുടെ അവസ്ഥ. ചേലക്കര ചീപ്പാറ സ്വദേശി ചീപ്പാറ വീട്ടിൽ സിയാദ് ഷാജിദ ദമ്പതികളുടെ മകൻ അസീമാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചതിന് ഉമ്മ വഴക്ക് പറഞ്ഞു. മാതാവ് വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് മനം നൊന്ത് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ മക്കളുടെ കാര്യം ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ചീപ്പാറ വീട്ടിൽ അബ്ദുൽ സിയാദിന്റെ മകൻ അസീമാണ് 10 വയസ്സ് ഈ ഒരു കടുങ്കൈ ചെയ്തത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. നമ്മൾ ഇതിനൊക്കെ എന്താണ് ഒരു ബോധവൽക്കരണം ചെയ്യേണ്ടത്? ഇതിപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്കൂളുകളിൽ നിന്നും മദ്രസയിൽ നിന്നും കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞാൽ പോരാ, മാതൃകപരമായി പെരുമാറാനും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മാതാപിതാക്കൾ പൊതുവെ വഴക്കു പറയും. അതിനെ ചൊല്ലി കുട്ടി ഇങ്ങനെ ചെയ്യാൻ കുട്ടിയുടെ മനം നൊന്തിട്ടാണ്. അതിനാണ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത്. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ, അത് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത്. ചെറിയ മോനാണ്. ആ ഒരു ചെറിയ പ്രായത്തിൽ തോന്നിയ ആ ഒരു വാശിക്ക് തോന്നിയ അവൻ്റെ ഒരു കുസൃതിയാണ് അവൻ്റെ മരണം. പടച്ച റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ കാര്യമാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. എല്ലാവരും ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണ റബ്ബേ. ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണേ റബ്ബേ. ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു ഗതികേട് വരുത്തല്ല റബ്ബേ. ആ മാതാവിന്റെ കടമ മാത്രമേ ചെയ്തുള്ളൂ റബ്ബേ. ആ മകൻ ഇത്രമാത്രം വേദനിച്ച് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് മാതാവ് വിചാരിച്ചിട്ടുണ്ടാവില്ല റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബേ. ആഫിയത്ത് കൊടുക്കണ റബ്ബേ. ആ മകന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ. ചെറിയ മകനാണ് റബ്ബേ, ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ. മാഫിറത്തും മറഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബേ. നമ്മൾ മാതാപിതാക്കളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ നിന്നായാലും മദ്രസകളിൽ നിന്നായാലും ഇതിനൊരു പാഠം അത്യാവശ്യമാണ്. നമ്മൾ വീട്ടിൽ നിന്നും കുട്ടികളെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ, എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ
സ്കൂളുകളിൽ നിന്നും മാതാപിതാക്കളോടുള്ള ആ കടമയും കടപ്പാടും ആ ഒരു ബഹുമാനവും ഇതിനു വേണ്ടിയായ ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കേണ്ടി വരും. വെറും എഴുതാനും പഠിക്കാനും മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ മക്കൾ മാതൃകപരമായി സംസാരിക്കാനും പെരുമാറാനും ബഹുമാനിക്കാനും പഠിക്കണം. അതായിരിക്കണം വിദ്യാഭ്യാസം. എല്ലാവരും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി അതിയ ചെയ്യുക. ആ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ നിങ്ങൾ തീർച്ചയായും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.